ഇപ്പോഴും ആ പാട്ട് എന്തുകൊണ്ട് കേൾക്കുന്നു എന്ന് വെച്ചാൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ പാട്ടിൻ്റെ താളവും ആ വരികളും എന്ന് പറഞ്ഞാൽ മണ്ണിനെ സ്നേഹിച്ച, മണ്ണിൽ പണിയെടുത്ത, അല്ലെങ്കിൽ ഈ എന്താ പറയുന്ന അടിയാളറായി ജീവിച്ച മനുഷ്യരുടെ ശബ്ദമാണ് ആ പാട്ട്. പിന്നെ അതിൻ്റെ ഒരു താളം, ഒരു റിതമുണ്ട്. ആ റിതം എന്ന് പറയുന്നത് തന്നെ നമ്മൾ മനുഷ്യനുണ്ടായ കാലം മുതലുള്ള പാട്ടിൻ്റെ റിതമാണ്. നമ്മൾ അതുകൊണ്ട് അത് ജൈവികമായി നമുക്കതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആലോചിച്ച് നോക്കി എത്രയോ കൊച്ചു കുട്ടികൾ ഇപ്പം പല ഗായകരെയും അറിയാത്ത ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുണ്ട്. അവർക്ക് വേടൻ എന്ന് പറയുന്ന അയാൾ പാടുന്ന പാട്ടിൻ്റെ അർത്ഥം, ചിലപ്പോൾ വരികളുടെ അർത്ഥം മനസ്സിലാകണമെന്നില്ല. പക്ഷേ അവരുടെ ഉള്ളിലേക്ക് ഈ സാധനം കയറും. അവർക്കത് പിന്നീട് അവർക്ക് കുറച്ചുകൂടെ മുതിരുമ്പോൾ അവർക്ക് മനസ്സിലാകും, ആ വേടൻ പാടിയത് ഇങ്ങനെയാണല്ലോ പാടിയത്, മനുഷ്യരെ സ്നേഹിക്കണം എന്ന് വേടൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല ഞാൻ പാട്ട് പാടി എൻ്റെ കാശ് കണക്ക് പറഞ്ഞ് കാശും വാങ്ങിച്ചു പോകുക എന്നുള്ളതല്ല. വേടന്റെ അറസ്റ്റ് വന്നപ്പോ തന്നെയും സോഷ്യൽ മീഡിയയിലാകെ കൊച്ചു പിള്ളേരാണ് വീഡിയോ ഇടുന്നത്. വേടനെ വേഗം ഇറക്കണം, ഞങ്ങൾക്ക് വേടനെ ഉടനെ കാണണം എന്നൊക്കെ പറഞ്ഞ് കൊച്ചു പിള്ളേരാണ്. ഞാൻ കണ്ട ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു പ്രായം ചെന്ന മനുഷ്യൻ അവിടെ കളവൊക്കെ വരച്ചിട്ട് മന്ത്രവാദം ചെയ്യുകയാണ്. വേടനെ ഉടൻ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് എൻ്റെ മൂർത്തികൾ ഇറക്കും എന്നൊക്കെ പറഞ്ഞ് മന്ത്രവാദം കൂടോത്തരം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ അത് പ്രായമുള്ളൊരു മനുഷ്യൻ, എനിക്കൊന്ന് 70-75 വയസ്സുണ്ട്.